നമസ്കാരം. നമുക്കിന്ന് ഇ-വൈറ്റൽ ആർഎക്സിലെ സെയിൽസ് ബിൽ എങ്ങനെയൊക്കെയാണ്, അതായത് ഏതൊക്കെ തരത്തിലാണ് എഡിറ്റ് ചെയ്യുന്നതെന്നും, നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. സെയിൽസ് എഡിറ്റ് ചെയ്യുന്നത് നമുക്ക് 2 വിധത്തിലാണ്. നോൺ ഫൈനാൻഷ്യൽ എഡിറ്റ്, അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ എഡിറ്റ്. നമുക്ക് ഇതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം വരുന്നത് നോൺ ഫൈനാൻഷ്യൽ എഡിറ്റ് ആണ്. നമുക്ക് നോൺ ഫൈനാൻഷ്യൽ എഡിറ്റ് വരുമ്പോഴത്തേക്ക് ലിമിറ്റഡ് എഡിറ്റിംഗ് ആക്സസ് ആയിരിക്കും ഉണ്ടാവുന്നത്. അതായത് സ്റ്റാഫ് നെയിം ചേഞ്ച്, അതുപോലെ തന്നെ കസ്റ്റമർ നെയിം, അല്ലെങ്കിൽ ബില്ലിംഗ് ഫോർ, അല്ലെങ്കിൽ ഡോക്ടർ നെയിം, അല്ലെങ്കിൽ ഓർഡർ സോഴ്സ്, അതായത് ഇന്റേണൽ ഡെലിവറി നോട്ട്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് എഡിറ്റിംഗ് ഓപ്ഷൻ വരുന്നത്. ഇതിനകത്ത് കസ്റ്റമർ നെയിം ബില്ലിംഗ് ഫോറിനകത്ത് എഡിറ്റ് ചെയ്യുമ്പോൾ ചെറിയ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. അത് നമ്മൾ കൊടുക്കുന്ന പേയ്മെന്റ് മോഡ് അല്ലെങ്കിൽ ലോയാലിറ്റി പോയിന്റ്, ഡിഫോൾട്ട് ഡിസ്കൗണ്ടിന്റെ അടിസ്ഥാനത്തിൽ. ഇനി നമുക്ക് ഈ നോൺ ഫിനാൻഷ്യൽ എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്തൊക്കെ ഓപ്ഷനാണ് വരുന്നത്, നമുക്കത് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് കിട്ടുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു ബില്ലിനകത്ത് എടുത്തിട്ട് ഇവിടെ നോൺ ഫൈനാൻഷ്യൽ എഡിറ്റിലോട്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കിയാൽ കസ്റ്റമറുടെ പേര് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് കസ്റ്റമറുടെ പേര് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡോക്ടർ നെയിം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഏത് സ്റ്റാഫാണോ ബില്ല് ചെയ്തേക്കുന്നത് സ്റ്റാഫിന്റെ പേര് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓർഡർ സോഴ്സ്, അതുപോലെ തന്നെ ഇന്റേണൽ നോട്ട്, ഡെലിവറി നോട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ബില്ലിംഗ് ഫോറിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അതവിടെ റെസ്ട്രിക്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. കാരണം ചിലപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ കസ്റ്റമർ നമുക്ക് ഓൾറെഡി ഒരു ഡിഫോൾട്ട് ഡിസ്കൗണ്ട് മുമ്പേ കൊടുത്തിട്ടുണ്ടാവും ഈ ബില്ലിനകത്ത്. അതുകൊണ്ടായിരിക്കും നമുക്ക് ഈ ബില്ലിംഗ് ഫോർ ഓപ്ഷൻ ഇവിടെ റെസ്ട്രിക്റ്റഡ് ആയി കിടക്കുന്നത്. ഇനി നമുക്ക് ആവശ്യമുള്ള ചേഞ്ചസ് ചെയ്ത് ഇവിടെ സബ്മിറ്റിലോട്ട് ക്ലിക്ക് ചെയ്ത് ബില്ല് സേവ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ഫൈനാൻഷ്യൽ എഡിറ്റിനെ കുറിച്ച് നോക്കാം. മോറിനകത്ത് ഫൈനാൻഷ്യൽ എഡിറ്റിലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നമ്മുടെ ബിൽ നമ്പർ ഒഴികെ ബാക്കിയുള്ള എല്ലാ വിവരങ്ങളും നമുക്കിവിടെ എഡിറ്റ് ചെയ്ത് മോഡിഫൈ ചെയ്യാവുന്നതാണ്. അതായത് ബിൽ ഡേറ്റ്, കസ്റ്റമറുടെ പേര്, പേയ്മെന്റ് മോഡ്, ബില്ലിംഗ് ഫോർ, ഡോക്ടർ, പ്രോഡക്റ്റ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് മോഡിഫൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ആർക്കെങ്കിലും ബില്ല് നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ബില്ല് കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. പകരം നമുക്ക് ബില്ല് എഡിറ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഡിലീറ്റ് ചെയ്തിട്ട് വേറൊരു പുതിയൊരു ബില്ലായിട്ട് മോഡിഫൈ ചെയ്ത് ബില്ല് നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. ഫൈനാൻഷ്യൽ എഡിറ്റ് നമുക്ക് ഇത്തരത്തിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ബില്ല് ഒരു തവണ ഇപ്പോൾ ബില്ല് സേവ് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ വീണ്ടും നമ്മൾ സേവ് ചെയ്തു. ഇനി നമുക്ക് ഈ ബില്ലിനകത്ത് ആരൊക്കെയാണ് എന്തൊക്കെയാണ് മോഡിഫൈ ചെയ്തേക്കുന്നത് കാണാനും പറ്റും. അതിനകത്ത് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സെയിൽസ് ലിസ്റ്റിനകത്ത് പോയിട്ട് നമ്മൾ ഏത് ബില്ലാണ് എഡിറ്റ് ചെയ്ത് സേവ് ചെയ്തേക്കുന്നത് ആ ബില്ല് നമ്മൾ വീണ്ടും ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എഗെയിൻ മോറിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബില്ല് ഓപ്പൺ ചെയ്ത് നമ്മൾ വീണ്ടും മോറിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴെ ലോഗ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും, ലോഗ്സ്. ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആരൊക്കെ ഈ ബില്ല് എഡിറ്റ് ചെയ്തിട്ടുണ്ട്, എത്ര തവണ എഡിറ്റ് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ ഡേറ്റിലാണ് എഡിറ്റ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും അതിനുശേഷമുള്ള എമൗണ്ട് ഡീറ്റെയിൽസും ഇവിടെ കാണാൻ പറ്റും. വ്യൂവിലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞെന്ന് വെച്ചാൽ ഈ പെർട്ടിക്കുലർ എഡിറ്റിന്റെ കംപ്ലീറ്റ് വിവരങ്ങളും നമുക്ക് ഇവിടെ കിട്ടും. ഇത്തരത്തിലാണ് നമുക്ക് എഡിറ്റിങ്ങും അതുപോലെ തന്നെ നമുക്ക് ലോഗ് ചെക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു പേയ്മെന്റ്, അതായത് ഒരു ബില്ലിന്റെ നമ്മൾ പേയ്മെന്റ് ചെയ്തു, ക്രെഡിറ്റ് മോഡിലാണ് നമ്മൾ സെയിൽ ബില്ല് സേവ് ചെയ്തേക്കുന്നത്, അത് നമ്മൾ പേയ്മെന്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു പെർട്ടിക്കുലർ പേയ്മെന്റ് നമുക്ക് അൺലിങ്ക് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാവൂ. അത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ബില്ല് നമ്മൾ ഓപ്പൺ ചെയ്തു, മോറിനകത്ത് പോയി എഡിറ്റിലോട്ട് ക്ലിക്ക് ചെയ്തു. ഇവിടെ ഫൈനാൻഷ്യൽ എഡിറ്റിലോട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡീറ്റെയിൽസ് വരും. യു ഹാവ് മെയ്ഡ് എ പേയ്മെന്റ് ഓഫ് ദിസ് ബിൽ, ടു എഡിറ്റ് ദിസ് ബിൽ അൺലിങ്ക് ദി പേയ്മെന്റ് ഫസ്റ്റ്. നമുക്കിവിടെ അൺലിങ്ക് ചെയ്യണം ബില്ല്. അൺലിങ്ക് ചെയ്ത് ബില്ല് നമുക്ക് ക്രെഡിറ്റ് മോഡിലോട്ട് പോകും. അതിനുശേഷം മാത്രം നമുക്ക് ഈ ബില്ല് എഡിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അൺലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പേയ്മെന്റ് വൗച്ചർ ഈ ഒരു പെർട്ടിക്കുലർ പേയ്മെന്റിനായിട്ട് അതായത് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ക്രെഡിറ്റ് വൗച്ചർ ഒരെണ്ണം ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. നമ്മളത് ഈ പേയ്മെന്റ് സെറ്റിൽ ചെയ്യുമ്പോഴത്തേക്ക് ആ വൗച്ചർ കൂടെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇൻ കേസ് വൗച്ചർ സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ആ വൗച്ചർ അങ്ങനെ തന്നെ നമ്മുടെ ഈ പെർട്ടിക്കുലർ കസ്റ്റമർ അക്കൗണ്ടിനകത്ത് കിടക്കുന്നുണ്ടാവും. ഇനി നമ്മളിപ്പോൾ ഓൾറെഡി ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബില്ല് നമുക്ക് ക്രെഡിറ്റിലോട്ട് വന്നു. ഇനി അഗെയിൻ നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ എന്താണോ ചെയ്യേണ്ടത്, അത് മോഡിഫൈ എന്താണോ ചെയ്യേണ്ടത് ആ പെർട്ടിക്കുലർ ബില്ലിനകത്ത് മോഡിഫൈ ചെയ്തിട്ട് ബില്ല് സേവ് ചെയ്യാം. അതിനുശേഷം നമ്മൾ മോഡിഫൈ ചെയ്ത ബില്ലിന് പേയ്മെന്റ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഡ്യൂവിനകത്ത് ക്ലിക്ക് ചെയ്തു നമ്മൾ പേയ്മെന്റ് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി ക്രിയേറ്റ് ആയ വൗച്ചർ ഇവിടെ ലഭിക്കും. ആ വൗച്ചർ കൂടെ നമ്മൾ സെലക്ട് ചെയ്ത് നെക്സ്റ്റ് കൊടുത്തിട്ട് പേയ്മെന്റ് നമുക്ക് ഇവിടെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. സെലക്ട് ചെയ്ത് ഈ നെക്സ്റ്റിലോട്ട് ക്ലിക്ക് ചെയ്ത് ഇനി ഒരു പെർട്ടിക്കുലർ പേയ്മെന്റ് നമുക്ക് ഇവിടെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഇത്തരത്തിൽ നമുക്ക് എഡിറ്റിംഗ് ഓപ്ഷൻ ഉണ്ടായാൽ പോലും ചില ടൈമിൽ നമുക്ക് എഡിറ്റിംഗ് ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കത്തില്ല, എസ്പെഷ്യലി ലോയാലിറ്റി പോയിന്റിന്റെ കാര്യത്തിൽ. നമ്മൾ ഓൾറെഡി നമ്മുടെ പേഷ്യൻസിനോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനോ ഓൾറെഡി ലോയാലിറ്റി പോയിന്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ ബില്ല് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ബില്ല് നമ്മൾ ഓപ്പൺ ചെയ്ത്
എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സിസ്റ്റം തന്നെ റെസ്ട്രിക്ഷൻ തരും. അതുപോലെ തന്നെ സിസ്റ്റം തന്നെ നമുക്കൊരു എറർ കാണിക്കും. ഇവിടെ നമുക്ക് നോക്കാം. സോ മോറിനകത്ത് ക്ലിക്ക് ചെയ്ത് എഡിറ്റിലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും യു കാനോട്ട് എഡിറ്റ് ദിസ് ബിൽ, ലോയാലിറ്റി പോയിന്റ് ആർ ഇഷ്യൂഡ് ഇൻ ദിസ് ബിൽ.